ഹായ് ഗൈസ്, വെൽക്കം ടു IT കുക്ക്. സോ ഇന്ന് എൻ്റെ അച്ഛമ്മ പണ്ട് എനിക്ക് ഉണ്ടാക്കി തരുന്നൊരു സ്പെഷ്യൽ മത്തി കൊണ്ടൊരു ഐറ്റം ഉണ്ട്. ചാള മത്തി എന്നൊക്കെ പറയും. അതായത് വറുത്തതുമല്ല വറ്റിച്ചതുമല്ല, ഒരു പ്രത്യേകതരം സ്പെഷ്യൽ സാധനം. പക്ഷെ ഒടുക്കത്ത ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ എൻ്റെ പൊന്നോ കഴിച്ചു നോക്കണം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആരും കൊച്ചു കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. സോ നമുക്ക് സമയം കളയണ്ട, ഉണ്ടാക്കാം. ബാ. ഇപ്പം മത്തി വറ്റിച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മത്തി എന്നോ ചാളാന്നോ പറയാം, എൻ്റെ നാട്ടിൽ ഇതിനെയൊക്കെ മത്തി എന്നാണ് പറയുന്നത്. സോ അടുത്തതായിട്ട് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ. ഞാൻ കുറച്ച് ചെറിയുള്ളി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചോപ്പ് ചെയ്ത് തന്നെ എടുക്കണമെന്നില്ല, ചതച്ചെടുത്താലും മതി. എങ്ങനെയാണെന്ന് സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലോട്ട് കുറച്ച് പുളി, ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെക്കുന്നുണ്ട്. വാളംപുളിയാണ്. അപ്പൊ ഇത് നമുക്കൊരു പാത്രത്തിലോട്ടാക്കി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് വെച്ചോ കൈ വെച്ചോ മിക്സ് ചെയ്യാവുന്നതാണ്. നല്ലവണ്ണം പുളി പിഴിഞ്ഞ് ഈ വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. സോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടുള്ളൂ. അടുത്തത് ഞാൻ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കുന്ന റേറ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അടുത്തതായിട്ട് ഞാൻ അതിലോട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരുവിധം നല്ല ചൂടായി വന്നതിന് ശേഷം മാത്രം പൊടികൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെക്കണം, ഇല്ലെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോകും. അപ്പൊ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് മാത്രം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നന്നായി ഒന്ന് ഇളക്കി ഇതിലോട്ട് വേണ്ട ചെറിയുള്ളി ചതച്ചതോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തതോ അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്തെല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഗ്യാസ് വെച്ചിരിക്കുന്നത്. ഒരു സ്പാച്ചിൽ വെച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തി. 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ആയിരിക്കും. പിന്നെ പാകം നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ മത്തിയിലോട്ട് ഒരു തരത്തിലുള്ള മസാലകളോ ഉപ്പോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഉപ്പ് കൂടെ ഇട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി മാറ്റി വെച്ച മത്തികൾ ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മാക്സിമം ഒന്നിന് മേലെ ഒന്ന് വരാത്ത രീതിയിൽ വേണം എല്ലാ മത്തികളും അടുക്കി വെക്കാനായിട്ട്. അപ്പൊ ഈ പാനിലോട്ട് 1/2 കിലോ മത്തി കറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കളവെടുക്കുന്നെങ്കിൽ കുറച്ചും കൂടെ വലിയ പാൻ എടുക്കാൻ നോക്കുക. അടുത്തത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇതിന്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഈ മത്തി ഇതിലിരുന്ന് വറ്റിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 6 മിനിറ്റ് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്ന് വെന്ത് വരണം. അപ്പോഴാണ് നമുക്ക് മത്തി ഒന്ന് ഫ്രൈ ആവുന്ന ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലോട്ട് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ കലക്കി മാറ്റി വെച്ച പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുളിയുടെ ചണ്ടി ഒന്നും ആഡ് ചെയ്യുന്നില്ല, പുളി അരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വറ്റി വരണം. സമയക്കുറവുള്ളവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. കാരണം നമ്മൾ മത്തി കറിയുമല്ല, എന്നാൽ ഫ്രൈ ചെയ്ത് മസാല എല്ലാം പിടിച്ച് ഫ്രൈ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. ഇതിൽ കിടന്ന് തന്നെ ഈ മത്തിയിലോട്ട് എല്ലാ മസാലകളും നല്ല രീതിക്ക് ഇറങ്ങുന്നതാണ്. സോ അങ്ങനെ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കാണാൻ നിങ്ങൾക്ക് ഇത് ഏകദേശം വറ്റി വരുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഒഴിച്ചിരുന്ന എണ്ണ എല്ലാം തെളിഞ്ഞു വരും. ഇപ്പൊ 2 സൈഡ് തിരിച്ചിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വന്ന് ഈ കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മത്തി വറ്റിച്ചത് റെഡിയാണ്. സോ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം, ഒരു 10-15 മിനിറ്റിനുള്ളിലൊക്കെ ഒരു ഡിഷ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രൈ ആവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഇതിനെനിക്ക് പ്രത്യേകിച്ച് പേരറിയില്ല. മത്തി വറ്റിച്ച് വറുത്തെടുത്താണ് എൻ്റെ അച്ഛമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് ചോറ്, മുരിങ്ങക്കറി, മീൻ വറുത്തത് നമ്മൾ എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മീൻ വറുത്തത്, കുറച്ച് ചോറ്, ഒരു മുരിങ്ങ എടുത്തങ്ങോട്ട് കഴിച്ചു നോക്കാം. നല്ല എരിവുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ടുണ്ട്. മുകളിലൊക്കെ മൊരിഞ്ഞ് വലിയ ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.